ഏറ്റവും നന്നായിട്ട് നുണ പറയുന്നതിനുള്ള നോബൽ സമ്മാനം MV ഗോവിന്ദന് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് VD സതീശൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാഴ്ച മുമ്പാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രിയുടെ കൈ ഒടിച്ചു, കഴുത്തൊടിച്ചു എന്നൊക്കെ MV ഗോവിന്ദൻ മീഡിയയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പൊ നോബൽ സമ്മാനം MV ഗോവിന്ദന് കൊടുക്കുന്നതല്ല നല്ലത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. സത്യസന്ധരായിട്ടുള്ള നേതാക്കന്മാരെ അവരെല്ലാം ഒതുക്കി കളയും അല്ലെങ്കിൽ ഒഴിവാക്കി കളയും. അതിലെനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് G സുധാകരൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധികം കള്ളത്തരമൊന്നും ഇല്ലാത്ത ഒരു നേതാവാണ് G സുധാകരൻ. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഓർമ്മ വരുന്ന 51 വെട്ടുകൊണ്ട ഒരു വ്യക്തിയാണ്. ആൾക്ക് 51 വെട്ടുകൊണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ നയങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഒരു പാർട്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് വെട്ടി അങ്ങോട്ട് തീർത്തത്. അവരുടെയൊക്കെ മനസ്സിൽ യഥാർത്ഥ കമ്മ്യൂണിസമാണ് ഉണ്ടായിരുന്നത്. VD സതീശന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ VD സതീശൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും CPM-ലുള്ളവർക്ക് ഒരു മറുപടിയും കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ കൂടുതലും ഇപ്പൊ പൊട്ടത്തരങ്ങൾ CPM-കാരുടെ വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കാരണം ഇന്നലെ പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂവിൽ പിണറായി വിജയൻ പറഞ്ഞു, BJP-ന്റെ ഒരു B പാർട്ടി മാത്രമാണ് കോൺഗ്രസ്, BJP എന്ത് പറയുന്നു അത് മാത്രമാണ് രാഹുൽ ഗാന്ധി കേൾക്കുക എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ചളിപ്പ് തോന്നി. BJP-ക്കെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ് നമ്മുടെ കോൺഗ്രസ്. അതെങ്ങനെ BJP-ന്റെ ശരിക്കും പറഞ്ഞ ഒരു B പാർട്ടി ആവും?